നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്തെന്നാൽ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഒരുപാട് പേരുടെ പരാതിയും വിഷമവുമാണ് കയ്യിൽ സാമ്പത്തികം നിൽക്കുന്നില്ല എന്നുള്ളത്. എത്രയൊക്കെ സമ്പാദിച്ചിട്ടും കയ്യിൽ നിന്നും പണം അങ്ങ് പൊക്കൊണ്ടേയിരിക്കുകയാണ്. കയ്യിൽ സാമ്പത്തികം വരുന്നതിനേക്കാൾ ഏറെ ചെലവാണ് അവർ ഫേസ് ചെയ്യുന്നത്. എത്ര സമ്പാദിച്ചിട്ടും കടബാധ്യതകൾ ഒഴിയുന്നില്ല. കയ്യിൽ അത്യാവശ്യം ക്യാഷ് വരുമ്പോൾ തന്നെ പെട്ടെന്നുണ്ടാവുന്ന രോഗങ്ങൾ. 500 രൂപ സമ്പാദിക്കുമ്പോൾ 1000 രൂപയുടെ ചിലവുണ്ടാവുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തെല്ലാമാണെന്നും ചില പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. പേജ് ഓഫ് സോർഡ്സ്, ദ മൂൺ, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ഫൂൾ കാർഡ്, 7 ഓഫ് സോർഡ്സ്, 9 ഓഫ് വാൺസ്, 10 ഓഫ് വാൺസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ പണത്തിന് കൊടുക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും മൂല്യത്തിനും അനുസരിച്ചാണ് പണം തീരുമാനിക്കുന്നത്. അത് നിങ്ങളുടെ കൈകളിൽ തന്നെ നിൽക്കണോ അതോ ചോർന്നു പോകണോ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പണം മഹാലക്ഷ്മിയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. പണത്തിനെ ഒരിക്കലും അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും അത് വെക്കുന്ന രീതിയിലും പ്രാധാന്യമുണ്ട്. വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്തായിരിക്കണം പണം സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണോ ആ പണത്തെ സമ്പാദിക്കുന്നത്, നിങ്ങൾ ആ പണം ചിലവാക്കുമ്പോൾ ആ കഷ്ടപ്പാട് ഓർമ്മ വരണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആര് ചോദിച്ചാലും പണം എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പണം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തെ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുവോ അത്ര നാളും അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പണം നിങ്ങളുടെ കൈകളിൽ വരുമ്പോൾ അതൊരു അടുക്കും ചിട്ടയുമാക്കി സൂക്ഷിക്കുക. അതായത് നോട്ട് കെട്ടുകളെ ഒരിക്കലും ചുരുട്ടി സൂക്ഷിക്കാതെ അതിനെ വൃത്തിയായി നിവർത്തി അടുക്കോടുകൂടി വെക്കുക. കോയിൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും വലിച്ചു വാരി ഇടാതെ ഏതെങ്കിലും പെട്ടിയിലോ പണം സൂക്ഷിക്കുന്ന എന്തെങ്കിലും ബോട്ടിലോ സൂക്ഷിക്കുക. അർഹിക്കുന്നവരെ മാത്രം പണം കൊടുത്ത് സഹായിക്കുക. യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രത്തോളം ആണോ പണം ഉണ്ടാക്കുവാൻ നിങ്ങൾ കഷ്ടപ്പെട്ടത്, ആ കഷ്ടപ്പാട് എപ്പോഴും ആലോചിക്കേണ്ടതാണ്. പണം സൂക്ഷിക്കുമ്പോഴും ചിലവാക്കുമ്പോഴും ഈ ഒരു ആലോചന എപ്പോഴും, ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കിച്ചൺ, ടോയ്ലറ്റ്, വാഷ്റൂം ഇതിൻ്റെ അടുത്തൊന്നും പണം സൂക്ഷിക്കുന്ന വസ്തുക്കളോ അലമാരകളോ സ്ഥാപിക്കാതിരിക്കുക. വീട്ടിലെ പണം ചോർത്തി കളയുന്ന ചില വസ്തുക്കളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ പ്രാവിൻ കൂടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുക. വീട്ടിൽ പ്രാവ് കൂട് കൂട്ടുന്നത് നല്ലതിനല്ല. അത് നിങ്ങളുടെ കൈക്കുള്ളിൽ വരുന്ന സാമ്പത്തികത്തെ ചോർത്തി കളയുന്നതാണ്. നിങ്ങളുടെ ഗ്രഹത്തിൽ എവിടെയെങ്കിലും വലിയ തേനീച്ചക്കൂടുണ്ടെങ്കിൽ അതും എടുത്തു കളയുക. വീട്ടിൽ ചിലന്തി വല ഉണ്ടെങ്കിൽ അതടിച്ച് വൃത്തിയാക്കുക. ഉടഞ്ഞ കണ്ണാടി, ഉടഞ്ഞ പാത്രങ്ങൾ, ഉപയോഗിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള പാത്രങ്ങൾ ഇവയെല്ലാം വീട്ടിൽ നിന്നും എടുത്ത് കളയേണ്ടതാണ്. ഇവയിലെല്ലാം ഒരു ടൈപ്പ് നെഗറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി വീടിനെ വലയം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം നഷ്ടമാവുകയും അതുവഴി വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. വീടുകളിൽ വന്ന് വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് അതിനെ ഓടിച്ചു വിടുക. പെട്ടെന്ന് തന്നെ ഓടിച്ചു വിടുക. വീടുകളിൽ വന്ന് വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാനസികമായും അസ്വസ്ഥതകൾ വന്നു ചേരുന്നതാണ്. ആവശ്യമില്ലാത്ത ചിലവുകൾ, രോഗദുരിതങ്ങൾ ഇവയൊക്കെ വന്നു ചേരുകയും നിങ്ങളുടെ വരവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് വീട്ടിൽ വവ്വാലുകൾ വന്ന് തൂങ്ങിക്കിടന്നാൽ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ ഓടിച്ചു വിടുക. ഗ്രഹത്തെ വളരെ ഐശ്വര്യമായി സൂക്ഷിക്കുക. വളരെ വൃത്തിയായും ചിട്ടയോടുകൂടിയും സൂക്ഷിക്കുക. വീട്ടിലെ ഭിത്തിയിലുണ്ടാവുന്ന വിള്ളലുകൾ ശ്രദ്ധിക്കുക. ഉടനെ ആ വിള്ളലുകൾ അടയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. ദാരിദ്ര്യവും ഐശ്വര്യക്കേടും വരാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇവ.
ഗ്രഹങ്ങളിൽ ഇതുപോലെയുള്ള കേടുപാടുകൾ ഉണ്ടായാൽ അവിടെ വസിക്കുന്ന മനുഷ്യരിൽ ശാരീരികമായും മാനസികമായുമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. ഗ്രഹത്തെ വൃത്തിയായും അമ്പലം പോലെയും പരിപാലിക്കുക. ഐശ്വര്യക്കേടാണ് ഗ്രഹത്തിൽ എന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമാധാനവും തിരിച്ച് ആ ഗ്രഹത്തിൽ തന്നെ വരുമ്പോൾ മനസമാധാനക്കേടും ഉണ്ടാകുന്നതാണ്. ആ ഗ്രഹത്തിൽ താമസിക്കുന്ന അംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹങ്ങൾ ഉണ്ടാവാനും ഉള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾക്ക് എന്തെങ്കിലും പൊട്ടലോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അതുവഴി ചോർച്ചയുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ പരിഹാരം കാണുക. അതിൽ നിന്നും എത്ര കാലമാണോ വെള്ളം ചോർന്നു പോകുന്നത് അത്രയും കാലവും നിങ്ങളുടെ സാമ്പത്തികവും സന്തോഷവും ചോർന്നു പോകുന്നതായിരിക്കും. വീട്ടിൽ മനസമാധാനം ഇല്ലാതാവുകയും സ്നേഹിച്ചവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും തമ്മിൽ ശത്രുത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുക. നിങ്ങളുടെ വീടും വീടിനു ചുറ്റും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. വീട്ടിൽ വേണ്ടാത്ത വസ്തുക്കൾ, അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക. അത് പഴയ തുണികളാവാം, പാത്രങ്ങളാകാം. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ വീട്ടിൽ നിന്നും കളയുകയോ ചെയ്യാം. ഇവയെല്ലാം വീട്ടിൽ സൂക്ഷിക്കുന്നത് മൂലം കൊടിയ ദാരിദ്ര്യവും കഷ്ടതകളും രോഗങ്ങളും ഉണ്ടാകും. ഇതൊക്കെ പുറന്തള്ളുന്നതിലൂടെ നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്ന് ഒരാശ്വാസം ഉണ്ടാകുന്നതായി കാണാം. വീട്ടിൽ പ്രാർത്ഥനയ്ക്കായോ പൂജയ്ക്കായോ ഉപയോഗിക്കുന്ന പൂക്കൾ അത് കഴിഞ്ഞ ശേഷം ചെടികളുടെയോ മരങ്ങളുടെയോ ചുവട്ടിൽ കൊണ്ടുവന്ന് കളയുക. പൂക്കൾ ഫ്രഷ് ആണെങ്കിൽ വളരെ പോസിറ്റീവ് എനർജിയും, എന്നാൽ അത് വാടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജിയുമായിരിക്കും വീട്ടിൽ സ്പ്രെഡ് ചെയ്യുന്നത്. കരിഞ്ഞുണങ്ങിയ ഇലകൾ വീട്ടുപരിസരത്തുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വീട്ടുപരിസരങ്ങളിൽ നിന്നും ഒഴിവാക്കുക. 2 നേരമെങ്കിലും പരിസരങ്ങൾ വൃത്തിയാക്കുക. കരിഞ്ഞുണങ്ങിയ പുഷ്പങ്ങളും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു കളയുക. പ്ലാസ്റ്റിക് പുഷ്പങ്ങൾ ഒരു കാരണവശാലും വീടുകളിൽ വെക്കാൻ പാടുള്ളതല്ല. ഇത് സാമ്പത്തികം വരുന്നതിനെ തടയുകയും നമ്മളുടെ കയ്യിൽ കാശ് നിൽക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. വീടിൻ്റെ പരിസരത്ത് ചെറിയ ചെറിയ പുഷ്പങ്ങളും ചെടികളും നട്ടു വളർത്തുക. ഇത് നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ അവയൊന്നും കരിയാതെ സൂക്ഷിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ആവശ്യമില്ലാതെ വരുന്ന ചിലവുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൻ്റെ കൂടെ മന്ത്രങ്ങൾ കൂടി ശരിയായ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, അതായത് സാമ്പത്തികത്തിനെ ചൊല്ലിയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൈവരുന്നതാണ്. മന്ത്രങ്ങളൊക്കെ എന്താണെന്നുള്ളത് വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. സാമ്പത്തികം കയ്യിൽ നിൽക്കാത്തതിൻ്റെ കാരണത്തെ പറ്റിയുള്ള റീഡിംഗ് എടുത്തു. ആ റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജും തന്നു. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനുള്ള പരിഹാരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ആരും കോൾ ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.